റോഡിന്റെ ഒരു വലിപ്പം കണ്ടല്ലോ അല്ലേ? 390 റുപ്യന്റെ ടോള്. ഈ എംപിത്തെ ഫുള്ള് പ്രശ്നമാണ്. നാളെ ഞാനും കാസിമ അരിയലോടൊറ്റ വേണ്ടി പോയിട്ട് ഒരു ബൈക്ക് വന്നാൽ നമ്മളിറക്കണം. അത്ര വീതിയുള്ള റോഡ്. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ കഷ്ടിച്ച് 2 വണ്ടിക്ക് പാസ്സാക്കാം. അതിൽ എത്ര ടോൾ നേരം അന്ന് 700 650 600 800 ടോള വന്നില്ല അന്ന്. അതെന്താ MP പിമ്പിരിയോ അങ്ങനത്തെ ഒരു സ്ഥലം. 25 മുതൽ ചാലേക്ക് പിന്നെ എല്ലാ കുഞ്ഞു റോഡിനും ടോളുണ്ടോ? അതൊരു കമ്പനിയൊക്കെ വേറെ റോഡില്ല. നമ്മൾ കമ്പനിക്ക് എത്തുന്നതിന് മുമ്പ് വേറെ ഉണ്ടോന്നാവും ടോള്. 25 കിലോമീറ്റർ പോകല്ലേ? സിഗരറ്റുണ്ട്. കണ്ടമാനം കമ്പനി ഉണ്ട് കേട്ടോ. ഭയങ്കര മാറിക്കളി. നിങ്ങൾക്ക് നടക്കാനും ഞങ്ങൾക്ക് പോകാനും കൂടിയുള്ള വീതില്ല. കാലാവസ്ഥൻ്റെ ഗതിയൊക്കെ മാറുന്നുണ്ട്. വെയിലൊക്കെ പോകുന്നുണ്ട് അല്ലേ? വലിയ കമ്പനിയൊക്കെ ഷെഡുണ്ടാവും. ഉണ്ടാക്കി പോകാൻ മാത്രം സൗകര്യമുണ്ട് റോഡ്. പാസഞ്ചറും ഗുഡ്സൊക്കെ കണക്കാണ് ഇവിടെ. പാസഞ്ചറും ഗുഡ്സൊക്കെ കണക്കാണ് ഇവിടെ. കുട്ടികളി മക്കളൊക്കെ ഇട്ടാണ് ഗുഡ്സിലുണ്ടാണത്. ഇവിടത്തൊക്കെ ഒരു നിയമം ഇവിടെ ഒരു നിയമമില്ല. ആൾക്കാർക്ക് തോന്നണോ അവൻ ഗുഡ്സിൽ പാസഞ്ചേഴ്സിന് ഓല് ചെയ്യണത് ശരി, അതിന് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനിയിപ്പോൾ എന്തെന്നെ ആയാലും ശരി, അവനെന്താ ചെയ്യണോ അത് തന്നെ. പാടുള്ളത് പാടില്ലാത്ത അങ്ങനത്തെ സംഗതികളൊന്നും ഇല്ല. നമുക്ക് തന്നെ ഉള്ളതെല്ലാം കൂടി. ഇനി അങ്ങനെ നോക്കി കണ്ട് നടന്നാലും എന്നാലും പണി തന്നെ. ജീവിതത്തിൽ ഹെൽമെറ്റ് കാണാത്ത വണ്ടിക്കാരും ബൈക്കുകാരും. ഹെൽമെറ്റ് വേണ്ട. 3 അല്ല ഞാൻ വണ്ടിയാണ് സ്റ്റാർട്ടാക്കൂല. ഇവിടെ ഇതൊന്നും പിന്നെ ഇന്ത്യയിൽ പെട്ടത്. ഒന്നെങ്കിൽ ഇതൊന്നും ഇന്ത്യ പെട്ടതല്ല, അല്ല കേരളം ഇന്ത്യയിൽ പെട്ടതല്ല. അങ്ങനെ കണക്കൂട്ടിയാൽ മതി. കുറേ പൈക്കളും റോട്ടിൽ. ഓലും മണം നോക്കുക, തലക്ക് വെളിവില്ലാത്ത മനുഷ്യന്മാരും മണം നോക്കുക. ഒക്കെ കണക്കാണേ, ഒന്നിനും ബോധമില്ലല്ലോ.
ലോഡൊക്കെ എന്താ ലോഡാ പോലെ നെല്ലും കല്ലും പുല്ലാണ് എവിടെ ഉണ്ടാവുന്ന വൈകിട്ടോ കൂടെ ഒരു ഓട്ടോറിക്ഷ പാസഞ്ചർ വേറെ വണ്ടി അവിടുന്ന് വന്നാല് ഇപ്പാവും. എന്ത് സംഗതി നാലേ പരുത്തിയോ പരുത്തിയാണത് എവിടെ ഉണ്ടാവട്ടത്. അത് അവിടെ ഒരു ബിൽഡിംഗ് ആണ്, അതിൻ്റെ ഉള്ളിലേക്കാണ്. ഇവിടെ ആ ഒരു കമ്പനിയാണ്, ആ കമ്പനിക്കാണ് വെയർ ഹൗസേക്കാണ്. വെയർ ഹൗസൊക്കെ ഉള്ളത് നേരത്തെ നമ്മളടുത്ത് കൊടു നിർത്തില്ല. ആ 2 വണ്ടിയാണത്. നമ്മൾ ദാബിൻ്റെ അടുത്ത് കൊടു നിർത്തിയില്ലല്ലോ. നമ്മൾ ദാബി കയറിയില്ലേ രാവിലെ. അപ്പോൾ 2 മറ്റേ വലിയ ആംഗ്ലേറുടെ 2 വണ്ടികൾ കൊടു നിർത്തിയിട്ടില്ലേ. രണ്ട് സൈഡിലുണ്ടല്ലേ. വല്ലാത്തൊരു ജാതി കേട്ടോ റോഡ്. ആ സാധനം പോയിട്ട് നിർത്തിയിട്ട് കാണാം. അതന്നെ ആ വണ്ടി തന്നെയാണ് നമ്മൾ ഭക്ഷണമൊക്കെ നിർത്തിയപ്പോൾ നമ്മളെടുത്ത് കൊടുത്ത് നിർത്തിയില്ല. അല്ലാതെ ചേർക്കണ്ട, ചളിയാണ്. കാറ് തിരികെ കയറി വരണം അതിൻ്റെ അടിയിൽ കൂടെ. 2 സൈഡിലും ട്രാക്ടറുകൾ സ്റ്റാർട്ടാക്കി. ആ പൊട്ടെ പൊട്ടെ വണ്ടി പൊട്ടെ. ആ പൊട്ടെ പൊട്ടെ പരിക്കണ പോട്ടെ. അവിടെ ആകെ ജാമ ജൂമ. കാറൊക്കെ പിന്നെ വീട് തികച്ചാലും കഴിയില്ല.
വലിയ വണ്ടി വന്നത്, ആ ട്രെയിലർ വന്നതാണ് സ്ലീപ്പായത്. മഴയും ചാറിൽ തുടങ്ങുന്നുണ്ട് അല്ലേ? മഴ ആയതുകൊണ്ടാണ് ഈ സൈഡൊക്കെ ഇറക്കാൻ ചിലപ്പോഴേ അങ്ങോട്ട് ഇരിക്കും. തീരണല്ലത്, തീരണില്ല ഇക്ക. വൈഷ്ണവി എവിടെ ഇതിന്റെ അറ്റം കാണുന്നില്ല കേട്ടോ. എത്രങ്ങാനും വണ്ടിയല്ലേ ട്രാക്ടർ. എപ്പൊ കാലിയാക്കാനതൊക്കെ നമ്മളിതിപ്പോ ഒന്ന് കാലിയാവോ? കമ്പനി പോയി കിടക്കേണ്ടി വരും. ഒന്ന് ആ അവിടെ തീർന്നൂല. ഒരു നിലക്കോ വണ്ടിന് പാസ് ചെയ്യാൻ കഴിയൂല. അത് എവിടെയൊക്കെ ഉണ്ട് എന്നാവും. അതുവരെ നമ്മൾ ഈ പോക്ക് ഇങ്ങനെ പോകേണ്ടി വരും. ചെറിയ വണ്ടിക്കാർക്ക് അങ്ങനെ പോക്കാം. ആർക്കും കുറവാണ്, വീതി ഇല്ലല്ലോ. നാഷണൽ ഹൈവേ 390 ടോളൊക്കെ റോഡല്ലേ. നമ്മൾ തിരിഞ്ഞിടത്തേക്ക് തന്നെ നമുക്ക് 1.5 കിലോമീറ്റർ പോയി റൈറ്റ് ലെഫ്റ്റ് തിരിയണം. പോലും അങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ തിരുപ്പിരിയായി. അപ്പോൾ അതാ നമ്മളെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്, ലൊക്കേഷനിൽ. ഇതൊരു എന്താ പറയുക, ഇവിടെ ഒരു മഹാസംഭവമാണ് കേട്ടോ. ഈ കണ്ട സാധനങ്ങൾ മൊത്തം ഇവിടേക്ക് വന്നത്. അവിടെ എന്തോ നിർമ്മാണം നടക്കുന്നുണ്ട്, വലിയൊരു NTPC എന്നാണ് ഇവിടെ പറയണത്. അപ്പോൾ വണ്ടി നമ്മളവിടെ നിർത്തി എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. അപ്പോൾ ഗേറ്റിംഗ് എന്ന് പറഞ്ഞത് നമുക്ക് ഉള്ളിലൊരു ഏജൻ്റ് ഉണ്ട്, ആ ഏജൻറ്റുമായിട്ട് ബന്ധപ്പെടാനാണ്. അപ്പോൾ ആ ഏജൻറ്റിൻ്റെ നമ്പർ നമ്മളിവിടെ പാർട്ടിനോട് ചോദിച്ചിട്ടുണ്ട്, നമ്പർ കിട്ടിയിട്ടില്ല. അവിടെ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് പോയിട്ടാണ് നമ്മൾ എൻട്രി ചെയ്യാറുള്ളത്. ഒരു ലോഗാണ് ഇവിടെ, എന്താ അതിൻ്റെ ഉള്ളിലാണാവും. ഇവിടുന്ന് എന്ന് എപ്പത്താടി കിട്ടുന്ന ഒരു ഐഡിയ ഇല്ല. കുറേ കമ്പി, ഷീറ്റ്, ഒരുപാട് വണ്ടികൾ എൻട്രി ചെയ്യാനുണ്ട്, പല ഐറ്റംസിൽ. നമ്മളൊക്കെ എപ്പോൾ കയറുന്നാവും. കുറേ ഇതൊക്കെ ലോഡ് ഇറക്കി പുറത്തിറങ്ങിയതാണ്. പല മെഷീനറീസ്, പല ജാതി സാധനങ്ങളുണ്ട്. ഏതായാലും ഇവിടെ ഒരു ചായക്കട ഉണ്ട്, ഒരു ഗ്ലാസ് ചായ എടുക്കട്ടെ.